തേങ്ങയിലേക്ക് സവോള, കറിവേപ്പില, വലിയ ജീരകം, ചെറിയ പീസ് ഇഞ്ചി ഇത്രയും കൂടി ചേർത്ത് മിക്സാക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാറാകുമ്പോൾ ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരു അല്പം ഉലുവാപ്പൊടി ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി വെക്കണം കേട്ടോ. ചെമ്മിപ്പുളി, പച്ചയേത്തക്കായ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി, ഒരല്പം വെള്ളം ഇത്രയും മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അരപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ കറക്റ്റാക്കി പാകപ്പെടുത്തുക. ഒരുപാട് ലൂസായിട്ട് പോകരുത് കേട്ടോ, ഇത്രയും മതി. ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പോൾ ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വയ്ക്കുക. അതുപോലെ കടുക്, കറിവേപ്പില, വറ്റൽമുളകൊക്കെ താളിച്ചൊഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റിയായിട്ട് ഊണ് കഴിക്കാൻ പറ്റുന്ന ചെമ്മിപ്പുളി പച്ച ഏത്തക്കായയുടെ തീയലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. താങ്ക്